ഹലോ, അസ്സാം വലൈക്കും, നമസ്കാരം. ഇന്ന് നമ്മൾ വീണ്ടും ലെഫ്റ്റ് ഓവർ റൈസ് വെച്ചിട്ടുള്ള ഒരു സ്നാക്കാണ് കാണിക്കുന്നത് കേട്ടോ. അതായത് ബാക്കി വരുന്ന ചോറ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണ്. അപ്പോൾ നമ്മൾ മുമ്പ് ലെഫ്റ്റ് ഓവർ റൈസ് വെച്ചിട്ടുള്ള ഒരു പക്കവട കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ കാണണം, നല്ല ടേസ്റ്റിയാണ് അതും. അപ്പോൾ എന്തായാലും ഒരു റൈസ് വടയാണ്, വളരെ ടേസ്റ്റിയാണ്, വളരെ എളുപ്പമാണ്. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം തന്നെ മതി ഇതിനകത്തേക്കും. അപ്പോൾ എന്തായാലും നമുക്ക് എങ്ങനെയാണ് നല്ല പെർഫെക്റ്റ് ആയിട്ടും ടേസ്റ്റി ആയിട്ടും ചെയ്തിട്ടെടുക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വേവിച്ച് വെച്ചിട്ടുള്ള ചോറ് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് മട്ട റൈസ് കൊണ്ടുള്ള ചോറാണ് കേട്ടോ. പക്ഷെ നമ്മൾ ഏത് ടൈപ്പ് ചോറായാലും കുഴപ്പമില്ല, അതായത് നമ്മൾ സാധാരണ കഴിക്കുന്ന ഏത് ചോറായാലും കുഴപ്പമില്ല. ഇതിപ്പോൾ 2 കപ്പ് ചോറ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. വേവിച്ച് വെച്ചതിന് ശേഷം 2 കപ്പ് ചോറാണ് എടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ചേർത്തിട്ട് അരച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ അരച്ചെടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, വെള്ളം ഒട്ടും ചേർക്കരുത്. വെള്ളം ചേർക്കാതെ വേണം നമ്മളിത് അരച്ചെടുക്കാൻ. ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നുണ്ട്, തൈര് ചേർക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് പുളിയുള്ള നല്ല കട്ടിയുള്ള തൈരാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 2.25 ടേബിൾ സ്പൂണോളാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ കുറച്ച് പുളി ഉണ്ടായാലാണ് വട നമ്മൾ ഫ്രൈ ചെയ്തിട്ട് വരുമ്പോൾ നമുക്ക് കഴിക്കാൻ കുറച്ച് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ചെറുതായിട്ട് പുളിയുള്ള തൈര് എടുക്കാം. പിന്നെ നമ്മളത് ഒറ്റ തവണയായിട്ട് അരച്ച് കിട്ടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ 1-2 ബാച്ചായിട്ട് നമുക്ക് അരച്ചെടുത്താൽ മതി. ഇതിപ്പോൾ ആദ്യത്തെ ബാച്ച് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ ബാച്ച് അരച്ചെടുത്തപ്പോൾ ഞാൻ അതിലേക്കൊരു 1/2 ടീസ്പൂണോളം ചെറിയ ജീരകം കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ടേസ്റ്റും കൂടെ ഉണ്ടായി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മൾ ഫ്രൈ ചെയ്തിട്ട് വരുമ്പം. ആ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർ ചേർക്കണ്ട കേട്ടോ, ചേർത്തിരുന്നാൽ നല്ലതാണ്. ഇത് ഒട്ടും വെള്ളം ചേർക്കാതെ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു മീഡിയം സൈസ് ആയിട്ടുള്ള സവാള ഒന്ന് കനം കുറഞ്ഞ് അരിഞ്ഞെടുത്തിട്ട് ചേർത്തിട്ട് കൊടുക്കാം. നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ നല്ല പോലെ ഒന്ന് ഉണ്ടാക്കിയിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ സവാള ചേർക്കുമ്പം. പിന്നെ നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് എരിവിന് വേണ്ടിയിട്ടുള്ള പച്ചമുളകാണ്. ഓൾമോസ്റ്റ് നമുക്ക് ഇത്രയും ഒരു ക്വാണ്ടിറ്റിയിലേക്ക് 2-3 പച്ചമുളക് ചേർത്തിയാലാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. പക്ഷെ ഞാനിവിടെ കുട്ടികൾ അത് കഴിക്കാത്തതുകൊണ്ടാണ്, എരിവ് കഴിക്കാത്തതുകൊണ്ടാണ് ഒരു പച്ചമുളക് ആക്കിയിട്ടുള്ളത്. പിന്നെ ഒരു 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും കുറച്ച് കറിവേപ്പില അരിഞ്ഞ കൂടെ ചേർത്തിട്ട് കൊടുക്കാം. കറിവേപ്പില കുറച്ച് കൂടുതൽ ചേർത്തിക്കോളൂ കേട്ടോ, എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ടാണ് ഞാൻ പിശിക്കുന്നത് കേട്ടോ. പിന്നെ മല്ലിയില ചേർത്തിയാലും കുഴപ്പമില്ല, മല്ലിയില വേണമെങ്കിൽ നമുക്ക് കട്ട് ചെയ്തിട്ട് ചേർക്കാം. പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത്. അതുപോലെ ഒരു 3/4 ടീസ്പൂണോളം മുളക് പൊടി. അത് നിങ്ങളുടെ എരിവിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അത്യാവശ്യം എരിവൊക്കെ ഇഷ്ടമുള്ള ഒരു 1 ടീസ്പൂൺ തന്നെ ചേർത്തിക്കോളൂ. പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഗരം മസാല പൗഡറാണ്. അത് നമുക്കൊരു 1/4 ടീസ്പൂൺ ചേർക്കാം. ഓൾറെഡി നമ്മൾ ജീരകം നമ്മൾ അത് അരച്ചെടുത്ത സമയത്ത് ചേർത്തിട്ടുണ്ട്. എങ്കിലും നമുക്ക് ബാക്കിയുള്ള ഒരു സ്പൈസസിൻ്റെ ഒക്കെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡർ കൂടെ ചേർക്കാം. പിന്നെ നമ്മൾ ചേർക്കുന്നത് കായത്തിൻ്റെ പൊടിയാണ്. 2-3 നുള്ളു മാത്രം കായത്തിൻ്റെ പൊടി കൂടെ ചേർക്കാം. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഇത് കുറച്ച് എരിവായിട്ട് നമ്മൾ കഴിക്കുമ്പോഴാണ് കേട്ടോ ഈ ഒരു വട ടേസ്റ്റ്. നമ്മൾ ഉഴുന്ന് കൊണ്ടുള്ള വട പോലല്ല, ഇത് കുറച്ച് എരിവ് ഉണ്ടായിരുന്നാലാണ് ടേസ്റ്റ് കിട്ടുക. നമുക്കൊരു ചട്നിയുടെ കൂടെ ഒക്കെ കഴിക്കാനൊക്കെ കുറച്ച് എരിവ് ഉണ്ടായാലാണ് ടേസ്റ്റ്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ എരിവിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ആവശ്യത്തിലുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് അരിപ്പൊടിയാണ്. നമ്മൾ പത്തിരിക്ക് വേണ്ടിയിട്ടോ അതിന് ഇടിയപ്പത്തിന് വേണ്ടിയിട്ടോ പുട്ടിന് വേണ്ടിയിട്ടോ ഒക്കെ എടുക്കുന്ന ഏത് പൊടിയാലും കുഴപ്പമില്ല. അരിപ്പൊടി നമ്മൾ 2-3 ടേബിൾ സ്പൂൺ ഇപ്പോൾ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് കൈ വെച്ചിട്ട് നമ്മൾ നല്ല പോലെ മിക്സ് ചെയ്യുക. ഒട്ടും വെള്ളം ചേർക്കണ്ട കേട്ടോ. ആ ഒരു നമ്മൾ അരച്ചെടുത്ത ചോറിൻ്റെ ആ ഒരു നനവുണ്ടല്ലോ, തൈരൊക്കെ വെച്ച് അരച്ചെടുത്താണല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു നനവും പിന്നെ സവാളയിൽ നിന്നുള്ള വെള്ളം കൊണ്ട് തന്നെ നമുക്കിത് കുഴച്ചെടുക്കാൻ പാകത്തിനുള്ള വെള്ളം ഇതിനകത്ത് തന്നെ ഉണ്ട്. വെള്ളം ചേർത്തി കഴിഞ്ഞാൽ നമ്മളിത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഓയിൽ കുടിക്കും കേട്ടോ. അപ്പോൾ ഞാൻ 1/4 ടീസ്പൂൺ കൂടെ ചേർത്തിട്ടുണ്ട്, അരിപ്പൊടി ചേർത്തിട്ടുണ്ട്. എല്ലാം കൂടെ നന്നായിട്ട് കൈ വെച്ചിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കുക. ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ 3 ടേബിൾ സ്പൂണോളം അരിപ്പൊടിയും പിന്നെ വേണമെങ്കിൽ ഒരു 1 ടേബിൾ സ്പൂണോളം റവ വേണമെങ്കിൽ ചേർത്തിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മളൊരു 1 മണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക. ഇതിന് ശേഷമാണ് നമ്മളിത് വടയായിട്ട് തയ്യാറാക്കിയിട്ട് എടുക്കുന്നത്. നമ്മളിതുപോലെ റെഡിയാക്കി വെച്ചിട്ട് ഇതാ 1 മണിക്കൂർ ആയിട്ടുണ്ട്. എല്ലാം കൂടെ നന്നായിട്ട് സെറ്റ് ആയിട്ടുണ്ടാവും. ആ തൈരൊക്കെ ആ പുളിയൊക്കെ ഇങ്ങനെ പിടിച്ചിട്ട് നല്ലൊരു കൂട്ടായിട്ടുണ്ടാവും. ഇത് എണ്ണ ഞാനിവിടെ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമ്മുടെ കയ്യിൽ കുറച്ച് എണ്ണ തടവി കൊടുക്കാം. അതല്ലെങ്കിൽ വെള്ളമാണെങ്കിൽ വെള്ളം തടവിയിട്ട് കൊടുക്കാം കേട്ടോ. നമ്മുടെ കയ്യിൽ ഈ ഒരു മാവ് ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അതിൽ നിന്നും കുറച്ച് പോർഷൻസ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ബോളാക്കിയിട്ട് എടുക്കുക. ഇതിന് ശേഷം നമ്മുടെ കയ്യിൽ വെച്ചിട്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കുക.
ഇനി നമുക്ക് വടക്ക് നമ്മൾ കാണിക്കുന്ന പോലെ സെൻറ്ററിൽ ഹോൾ ഉണ്ടാവില്ലേ, അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചൂണ്ടവിരൽ ഒന്ന് വെള്ളത്തിൽ ഡിപ്പ് ചെയ്തിട്ട് നമ്മൾക്ക് ആ സെൻറ്ററിൽ ഒന്ന് ഹോൾ ഉണ്ടാക്കിയിട്ട് കൊടുക്കാം. വെള്ളത്തിൽ ഡിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒട്ടും നമ്മുടെ ആ മാവൊന്നും നമ്മുടെ കയ്യിൽ സ്റ്റിക്കാവില്ല കേട്ടോ. എന്നതിന് ശേഷം ചൂടായിട്ടുള്ള ഓയിലിലേക്ക് ഇത് നമ്മൾ ഇട്ടിട്ട് ഫ്രൈ ചെയ്യാണ്. അപ്പോൾ നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കുക, വിരലൊന്ന് നനച്ച് കൊടുത്തിട്ട് ഹോൾ ഇടുക, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലേക്ക് അതങ്ങനെ മാവ് ഒട്ടിപ്പിടിച്ച് പോരും. പിന്നെ നമ്മുടെ ഓയിലിൻ്റെ ചൂടും ഒരു മീഡിയം ചൂട് എപ്പോഴും വേണം, കാരണം ഇത് ചോറാണ്. ആ ചോറിൻ്റെ അകത്തേക്കൊക്കെ ഓയിൽ ഇങ്ങനെ കയറിയിട്ടൊന്ന് ക്രിസ്പി ആയിട്ട് കിട്ടുന്ന ആ ഒരു സമയം വേണം. അപ്പോൾ ഒരു മീഡിയം തീയിൽ വേണം നമ്മളിത് എന്താ പറയുക ഫ്രൈ ചെയ്യാൻ. തീ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ക്രിസ്പിനെസ് പോവുക ചെയ്യുക. അപ്പോൾ ഒരു മീഡിയം തീയിൽ എപ്പോഴും ഓയിലിനൊരു ചൂട് വേണം, ഒത്തിരി ചൂടാവാനും പാടില്ല കേട്ടോ. അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് പുറം ഭാഗം മാത്രം കളർ മാറിയിട്ട് ഉള്ളിലേക്ക് വേവാതെയും വരും. ഓയിലിൻ്റെ ചൂട് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ ഇവിടെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളത് കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയാണ് ശ്രദ്ധിക്കേണ്ടത്. ഒട്ടും വെള്ളം ചേർക്കാതെ, മാക്സിമം ഒട്ടും വെള്ളം ചേർക്കാതെ നിങ്ങൾ മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്തിട്ട് എടുക്കുക. ഇനി നിങ്ങളുടെ മിക്സിയുടെ ജാറിൻ്റെ ബ്ലേഡ് കറങ്ങുന്നില്ലെങ്കിൽ മാത്രം 1-2 ടേബിൾ സ്പൂൺ മാത്രം വെള്ളം ചേർത്തിട്ട് നിങ്ങളത് പേസ്റ്റ് ആക്കിയിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ വെള്ളം ഇതിനകത്ത് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഇത് ബോളാക്കിയിട്ട് എടുക്കാനും ഷേപ്പാക്കി എടുക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. മാത്രമല്ല നമ്മൾ ഫ്രൈ ചെയ്തിട്ട് വരുമ്പം അത് നന്നായിട്ട് ഓയിൽ കയറും ചെയ്യും അതിനകത്തേക്ക്. അപ്പോൾ അത് നിങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള എന്നാൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ബാക്കി വന്ന ചോറ് കൊണ്ടുള്ള റൈസ് വട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നമുക്ക് നമ്മുടെ മിൻറ്റ് ലീഫ് വെച്ചിട്ടുള്ള ചട്നിയോ അതല്ലെങ്കിൽ മറ്റ് നമ്മുടെ ഓണിയൻ ചട്നിയോ അങ്ങനെ ഏത് ടൈപ്പ് ചട്നി വെച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഓൾറെഡി 2-3 ടൈപ്പ് ചട്നി ഞാൻ ഈ ടേസ്റ്റിൽ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടെ ഇതിലേക്കൊന്ന് കോമ്പിനേഷനായിട്ട് ഉണ്ടാക്കിയിട്ട് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്തിട്ട് കൂടെ കൊടുക്കുക. അപ്പോൾ വീണ്ടും കാണാം. താങ്ക്